സുപ്രീം കോടതിയിൽ അസാധാരണ സംഭവങ്ങൾ. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ചു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം തുടങ്ങും. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ജഡ്ജിമാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങളാണോ പരസ്യമായ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? ജുഡീഷ്യറിയിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ജസ്റ്റിസ് ജെ ചലമേശ്വറിന്റെ തുഗ്ലക് റോഡിലുള്ള 4 നമ്പർ വസതിയിലാണ് ഈ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, 4 കസേരകൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. 4 ജഡ്ജിമാരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് മദൻ ലോക്കൂർ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് ജെ ചലമേശ്വർ എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജസ്റ്റിസ് ചലമേശ്വർ നേരത്തെ തന്നെ ഇവിടെ സജ്ജരായിരുന്നു. ഇവിടെ ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകരിൽ നമ്മളുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എത്തുമ്പോൾ ജസ്റ്റിസ് ജെ ചലമേശ്വർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന കാര്യം സ്ഥിരീകരിച്ചത്. അപ്പോഴേ തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങൾ എത്തുകയും ഈ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം പുറത്ത് അറിയുകയും ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് ചലമേശ്വർ തന്നെ വ്യക്തമാക്കിയ കാര്യം, കൊളീജിയത്തിലെ അഭിപ്രായ ഭിന്നതകൾ സംബന്ധിച്ചാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം, തീർത്തും അസാധാരണമായ ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൊളീജിയത്തിൽ കഴിഞ്ഞ ദിവസം കൊളീജിയത്തിന്റെ യോഗം ചേർന്നിരുന്നു. 2 പുതിയ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു പുതിയ ജഡ്ജിമാരായി നിർദ്ദേശിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കൊളീജിയം എത്തിയിരുന്നത്. എന്നാൽ ഈ കൊളീജിയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായ ഭിന്നതകളുണ്ട്. ജുഡീഷ്യൽ നിയമനത്തിനായി പ്രത്യേക കമ്മീഷൻ വേണമെന്ന നിർദ്ദേശം മുതൽ തന്നെ തുടങ്ങിയതാണ് ആ അഭിപ്രായ ഭിന്നതകൾ. എന്നാൽ കൊളീജിയത്തിലെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമായി തഴയപ്പെടുന്നുവെന്ന ആരോപണം ജസ്റ്റിസ് ചലമേശ്വർ അടക്കമുള്ളവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. കൊളീജിയത്തിലെ തീരുമാനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം തുടക്കത്തിലെ വ്യക്തമാക്കുകയും പിന്നീട് പല കൊളീജിയം യോഗങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തതാണ്. ഈ ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ജഡ്ജിമാർക്കിടയിലുള്ള വലിയ അഭിപ്രായ ഭിന്നത അത് മെഡിക്കൽ കോഴ കേസുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് രൂക്ഷമാവുകയുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്കെതിരെ ജസ്റ്റിസ് ചലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരസ്യമായി തന്നെ തുറന്ന കോടതിയിൽ നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലും ആദ്യമായാണ് ഇങ്ങനെ 4 ജഡ്ജിമാർ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയുടെ പിന്നണിയിലുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് തുറന്ന് പ്രതികരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിന് വലിയ തരത്തിലുള്ള പ്രാധാന്യം ലഭിക്കുന്നത്. ഈ ഒരു മാധ്യമ സമ്മേളനത്തിന് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെയും വലിയ നിര തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി റിപ്പോർട്ടർമാർക്ക് പുറമെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരടക്കം ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രാധാന്യം തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിലുള്ളത്. എന്താണ് ജഡ്ജിമാർ പറയാൻ പോകുന്നത്, ജഡ്ജിമാർ ജുഡീഷ്യറിയിലെ വലിയൊരു അഭിപ്രായ ഭിന്നത അത് പരസ്യമായി തന്നെ സമൂഹ മധ്യത്തിലേക്ക്, രാജ്യത്തിന് മുമ്പാകെ വിളിച്ചു പറയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർത്തും അനിതര സാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ കുറേ നാളുകളായി പല വിഷയങ്ങളിൽ ജഡ്ജിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പല തീരുമാനങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കൊളീജിയത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടും ജഡ്ജിമാർ പലരും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് ആണോ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഇവർ വിളിച്ചറിയിച്ചത്? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? ജഡ്ജിമാർക്കുള്ള അഭിപ്രായ ഭിന്നതകൾ അത് കോടതി നടപടികളിൽ നിന്നടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ജഡ്ജിമാർ ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന കാര്യത്തിൽ ഒരു വിവരവും സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല. രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ, ഒരു 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നുവെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നമുക്കൊക്കെ ലഭിച്ചു തുടങ്ങിയത്. അപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം സ്ഥിരീകരിക്കാനായി ജസ്റ്റിസ് ജെ ചലമേശ്വറിന്റെ വസതിയിലെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയപ്പോൾ ഇങ്ങനെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നുവെന്ന കാര്യം സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മളെ പ്രവേശിക്കാൻ അനുവദിക്കുകയും ഇവിടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ മാത്രമാണ് ഈ ഒരു വാർത്താ സമ്മേളനം സ്ഥിരീകരിക്കപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ജഡ്ജിമാർ ഈ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി കോടതിയുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഈ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ജസ്റ്റിസ് ജെ ചലമേശ്വറിന്റെ കോടതി, 2 നമ്പർ കോടതി ഇന്ന് ഇരുന്നിരുന്നില്ല. ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് ജെ ചലമേശ്വർ. മറ്റ് ജഡ്ജിമാർ അവർ കോടതിയിൽ ഇരുന്നെങ്കിൽ കൂടിയും കോടതി നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് അവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വരാൻ പോവുകയായിരുന്നു. 2 നമ്പർ കോടതിയും 4 നമ്പർ കോടതിയും പൂർണ്ണമായും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ജസ്റ്റിസ് ജെ ചലമേശ്വർ, ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, രഞ്ജൻ ഗൊഗോയ്, കുര്യൻ ജോസഫ് എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ജുഡീഷ്യറിയിലെ ഭിന്നതകൾ പുറത്തേക്ക് വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതിയിൽ അസാധാരണമായ സംഭവങ്ങൾ. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ആരംഭിക്കും. സുപ്രീം കോടതി കൊളീജിയത്തിനെതിരായ പ്രതിഷേധമാണ് ഇതെന്നാണ് സൂചന. സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിശദാംശങ്ങൾ ഉണ്ണികൃഷ്ണൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ചെലമേശ്വറിന്റെ വസതിയിലാണ് ഉണ്ണികൃഷ്ണൻ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ, വാർത്താ സമ്മേളനത്തിനായി ജഡ്ജിമാരെല്ലാം അവിടെ എത്തിച്ചേർന്നോ? മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പട തന്നെ അവിടെ എത്തിയിട്ടുണ്ടോ?
തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം മാധ്യമപ്രവർത്തകരുടെ വലിയൊരു പട തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ഇന്ത്യയുടെയും തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഒരു വലിയ നിര ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇത് കേവലം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം തന്നെയാണ്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത, ജുഡീഷ്യറിയുടെ വിശ്വാസ്യത അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വിഷയം തന്നെയാണ്. മാത്രമല്ല ജസ്റ്റിസ് ചെലമേശ്വർ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊളീജിയം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം എന്നാണ്. നമ്മൾ അദ്ദേഹത്തോട് അല്പസമയം മുമ്പ് ഇവിടെ ആദ്യം എത്തിയപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് കൊളീജിയം തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട് ഈ ഒരു വാർത്താ സമ്മേളനത്തിന്. ജസ്റ്റിസ് ചെലമേശ്വർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ. അദ്ദേഹം ഇപ്പോൾ മറ്റ് ജഡ്ജിമാരെ സ്വീകരിക്കുന്നതിനായി തുഗ്ലക് റോഡിലെ 4 നമ്പർ വസതിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലേക്ക് പോയിരിക്കുകയാണ്. മറ്റ് ജഡ്ജിമാർ സഹിതം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ 12:05 ആയിട്ടുണ്ട്. 12 മണിക്കാണ് വാർത്താ സമ്മേളനം പറഞ്ഞതെങ്കിൽ കൂടിയും അത് 12:15 ഇപ്പോൾ പുനഃക്രമീകരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ജഡ്ജിമാർ ഇങ്ങോട്ട് വാർത്താ സമ്മേളനത്തിനായി വരും. ഏതായാലും തീർത്തും അസാധാരണമായ ഒരു സാഹചര്യം. സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് പരസ്യമായി പുറത്തു വരാൻ പോകുന്നുവെന്നതിന്റെ പ്രത്യക്ഷ സൂചന തന്നെയായി ഈ ഒരു വാർത്താ സമ്മേളനം മാറാൻ പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വലിയ തരത്തിലുള്ള പശ്ചാത്തലം സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിലെ അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരാൻ പോകുന്നുവെന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ച സാഹചര്യം നൽകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവും ചേരുന്നു. കിരൺ, തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്കാണ് ദില്ലി സാക്ഷ്യം വഹിക്കുന്നത്. ജസ്റ്റിസ് ചെലമേശ്വറിന്റെ വസതിയിൽ 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിക്കാൻ ഒരുങ്ങുന്നു. നമുക്കറിയാം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ജഡ്ജിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? സാധാരണ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തമ്മിൽ പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ അകത്ത് തന്നെ സുപ്രീം കോടതിക്ക് അകത്ത് തന്നെ ചർച്ച ചെയ്ത് ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. പല വിധിയിലടക്കമുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിലടക്കം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. ആ പരസ്യം ഒരു ഘട്ടത്തിൽ കൊളീജിയം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാവുക തന്നെ ചെയ്തിരുന്നു. അപ്പോൾ പോലും ജഡ്ജിമാർ ഇതുവരെ നമ്മുടെ സുപ്രീം കോടതി രൂപീകൃതമായ കാലം മുതൽ ഇന്ത്യ തുടരുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് മാധ്യമങ്ങളെ അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് വന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയാറില്ല. ജഡ്ജിമാർക്കിടയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പൊതു തീരുമാനം എടുക്കാത്ത വിഷയങ്ങൾ അവർ അഭിപ്രായങ്ങൾ പറയാറില്ല. അത്തരം ഒരു പതിവ് ഇന്ത്യയിലില്ല. ഇന്ത്യ പിന്തുടരുന്ന പോലെ മറ്റ് പ്രധാന രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു പതിവില്ല. ആ പതിവിനെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ജഡ്ജിമാർ തന്നെ നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു, ജഡ്ജിമാർ ജനങ്ങളോട് പറയുന്നു എന്നുള്ളതാണ്. സാധാരണ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുമ്പോൾ തന്നെ അത് എല്ലാ സുപ്രീം കോടതി ഒന്നാകെയാണ്, ഒരു കോടതി എന്ന സങ്കല്പത്തിലാണ്. അവിടെ യോജിച്ച തീരുമാനം അല്ലെങ്കിൽ ഒരേ തീരുമാനം എന്നാണ് വരുന്നത്. അതിന് പകരമായിട്ട് സുപ്രീം കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജഡ്ജിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അത്രത്തോളം ശക്തമായിരിക്കുന്നു. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സാധാരണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു അഭിപ്രായ സമന്വയത്തിലെത്തുകയും ഒരു പൊതു തീരുമാനം അംഗീകരിക്കുകയാണ്. അതിനോട് വിയോജിപ്പുള്ള ചിലപ്പോൾ ജഡ്ജിമാർ കാണാം. പക്ഷേ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീധരൻ പിള്ള, നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിൽ നേരത്തെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ജഡ്ജിമാർ തമ്മിൽ പല വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കോടതിക്കുള്ളിൽ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ അങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടു വന്നിരുന്നത്. ഇപ്പോൾ പരസ്യമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്ത്യൻ ഭരണഘടനയില് ഒരിക്കലും ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങൾ ഇങ്ങനെ അപജയത്തിലെത്തുമെന്നോ അതിന് പരിഹാര മാർഗങ്ങളോ ഭരണഘടനയിൽ എവിടെയും നിർദ്ദേശിച്ചു. ഇത് ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഏതിനെ സംബന്ധിച്ചും ജഡ്ജിമാർ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പോലും ഇപ്പൊ ലോവർ കോടതിയിലെ ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയും അതിന്റെ ഉയർന്ന ജഡ്ജിയും ഒക്കെ തമ്മിൽ പലപ്പോഴും കേസ് കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ തമ്മിൽ സംസാരിക്കാൻ പോലും പാടില്ല. ഇന്നിപ്പം എല്ലാ രാജനൈതിക രംഗത്തെ പോലെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ പോലെ പരസ്പര പൂരകങ്ങളായി മാറുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കിട്ടുന്നത്. ആ വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ. കാരണം ആ കൊളീജിയം അപജയത്തിന്റെ അഗാധഘട്ടത്തിലായെന്ന് കണ്ടിട്ടാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ പാർലമെന്റ് ഏകകണ്ഠമായിട്ടൊരു നിയമം പാസ്സാക്കുകയും അതിൽ മുൻതൂക്കം ജഡ്ജിമാർക്കാണ്. പക്ഷെ അത് പോരാ, 100% അവർ തന്നെ ആയിരിക്കണം. ഈ ഏകാധിപത്യ പ്രവണതയ്ക്കൊക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മറ്റാരേക്കാളും കൂടുതലായി വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്താനോ പഠിക്കാനോ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു പണത്തൂക്കം എക്സിക്യൂട്ടീവിനേക്കാളും പാർലമെന്റിനേക്കാളും പണത്തൂക്കം അധികാരം കൂടുതലായി ഭരണഘടന നൽകിയിട്ടുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഉയരങ്ങളിലെ ഇത്തരം നിശ്ചിത താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ഒരു ഗൗരവപ്പെട്ട കാര്യത്തെ അദ്ദേഹം നേരിട്ട് ഇടപെട്ടതുപോലെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരായി വന്ന ആരോപണങ്ങളെ കുറിച്ച് ഉള്ള 2 ജഡ്ജിമാരുടെ ഇത് വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട്. ഇതൊക്കെ ദൗർഭാഗ്യകരമാണ് എന്നാണ്, അല്ലാതെ മറ്റതിനപ്പുറം
പദങ്ങൾ ആവശ്യമാണെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നില്ല. ഈ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജിമാർക്കിടയിൽ ഇവ ചില കാര്യങ്ങൾ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ വേണമെന്ന് അടക്കമുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പരക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി ഈ ജനങ്ങൾ ഒരുപാട് വിശ്വാസമർപ്പിക്കുന്ന ജുഡീഷ്യൽ സംവിധാനത്തിലെ ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എത്രത്തോളം ആശ്വാസകരമാണ് ഈ സംവിധാനത്തിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിന്? അതിന് സംശയത്തിന്റെ കരുതലിൽ എത്തിയിരിക്കുന്നു. ഈ സംശയത്തിന്റെ കരുതൽ നീക്കാനുള്ള നടപടികൾ വേണം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ അതിനു മുമ്പത്തെ UPA സർക്കാർ ആണെങ്കിൽ അവർ അവതരിപ്പിച്ച ബില്ലിൽ ജഡ്ജി നിയമനത്തിൽ അവർ സ്വീകരിച്ച സമീപനത്തിൽ വ്യത്യസ്തമായിട്ട് അപ്പർ ഹാൻഡ് ഇവർക്ക് കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് എന്നിട്ട് അതുപോലും വകവെക്കില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചപ്പം ഏറ്റുമുട്ടലിന്റെ പാറ വന്നപ്പോൾ സർക്കാർ ഒരിക്കലും ഏറ്റുമുട്ടൽ തയ്യാറാകാതെ അവര് പിൻവാങ്ങുകയുണ്ടായത്. അത് ഒരു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ചെയ്ത തെറ്റിനെ തിരുത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. കിരൺ ബാബു ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. കിരൺ, അല്പസമയത്തിനകം വാർത്താ സമ്മേളനം തുടങ്ങുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജഡ്ജിമാർ എത്തിയ ഒരു സാഹചര്യം, അക്കാര്യങ്ങൾ ഈ അഭിപ്രായ ഭിന്നതകളുടെയൊക്കെ സാഹചര്യമാണെന്ന് പറയുന്നു. ഈ കൊളീജിയവുമായി ബന്ധപ്പെട്ട നിയമനത്തിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലൊരു സാഹചര്യം ചരിത്രത്തിൽ ആദ്യമായല്ലേ സംഭവിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കോ? ആദ്യമായി നമുക്ക് ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ സംഭവം നടന്നിരിക്കുന്നു. ഇത്തരത്തിൽ സുപ്രീം കോടതിയിലുണ്ടായ അസാധാരണമായ സാഹചര്യങ്ങൾ, 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ച് 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ആശ്വാസകരമാണ് ഇത്തരം ഒരു സാഹചര്യം ഈ നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിന്? ഇതുവരെ ഇന്ത്യൻ കോടതികൾ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തുടർന്നു വന്ന എല്ലാ രീതികളിലും ലംഘിക്കുന്ന ഒരു പുതിയ രീതിയിലേക്കാണ് ഇത് മാറുന്നത്. ഇത് എത്രത്തോളം ആശാസ്യമാണോ, അത് ഗുണകരമായ ഒരു മാറ്റത്തിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള സംവിധാനമെല്ലാം മാറിക്കൊണ്ട് പുതിയൊരു രീതിയിലേക്ക് അവർ വരുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്താനുള്ള സമയം നമുക്കായിട്ടില്ല. അവരെന്താണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗുരുതരമായ എന്തെങ്കിലും വിഷയങ്ങളാണോ മുന്നോട്ട് വെക്കാൻ പോകുന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരം വിലയിരുത്തലിലേക്ക്, അല്ലെങ്കിൽ കാലത്തിന് മാത്രമേ അത്തരം വിലയിരുത്തലിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഇതുവരെ തുടർന്ന് വരുന്ന രീതി അനുസരിച്ച് സുപ്രീം കോടതി ലിഖിതമായ കുറേ നിയമങ്ങളും അലിഖിതമായ കുറേയേറെ നിയമങ്ങളുമുണ്ട്. അത് താഴെത്തട്ടിലെ കോടതികൾ മുതൽ സുപ്രീം കോടതി വരെയുള്ള ഇത്തരം അലിഖിത നിയമങ്ങൾ കൂടിയുണ്ട്. പൊതുവിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന് മാറി നിൽക്കുക മുതൽ, അല്ലെങ്കിൽ 2 ജഡ്ജിമാർ ഒന്നിലേറെ ജഡ്ജിമാർ തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് കോടതിയിൽ തന്നെ ചർച്ച ചെയ്ത്, കോടതിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് അവർ പരസ്പരം ചർച്ച ചെയ്ത് ഒരു പൊതു തീരുമാനത്തിലെത്തുക. ചിലപ്പോൾ അതിശക്തമായ വിയോജിപ്പുകൾ ഉണ്ടാവാം. ആ വിയോജിപ്പുകൾ പോലും പരസ്യമായി പറയാതിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ജഡ്ജിമാരുടെ ആ വിയോജിപ്പുകൾ പറയാതിരിക്കുക. ആ വിയോജിപ്പുകളുള്ള വ്യക്തികൾ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ ഒരു അഭിപ്രായത്തിലേക്ക് കോടതി പോകുക. കോടതി എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ സുപ്രീം കോടതിയുടെ മുഴുവൻ വിധിയായിട്ടാണ്, സുപ്രീം കോടതിയുടെ വിധിയായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബെഞ്ചിന്റെ വിധിയായി മാത്രമല്ല വിലയിരുത്തപ്പെടുന്നത്, സുപ്രീം കോടതിയുടെ വിധിയാണ്. അങ്ങനെയാണ് നിയമം പ്രാവർത്തികമാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നത് കോടതിയുടെ വിധിയെ സംബന്ധിച്ചും ഇനിയും ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടായ ഒരു വിശ്വാസത്തേക്ക് ചിലപ്പോൾ മങ്ങലേൽപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ഇതൊരു തിരുത്തലിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതെന്നുള്ള സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാനും കഴിയില്ല. കൊളീജിയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം നിലനിൽപ്പുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാവാം വാർത്താ സമ്മേളനം നടത്തുന്ന സൂചന മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർ എന്താണ് ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത്, എന്താണ് മുന്നോട്ട് പറയാൻ പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ഇവർ പറഞ്ഞ വാർത്താ സമ്മേളനം നമ്മുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ വിശ്വാസ്യതയെ കൂടുതൽ തിരുത്തലിനാണോ സഹായമാകുന്നതെന്ന് പറയാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ നിന്ന് ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ, വാർത്താ സമ്മേളനം 12:15 ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ചില കാര്യങ്ങളുടെ തുറന്നു പറച്ചിലിന് വേണ്ടിയാണോ ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന സൂചന തന്നെയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? തീർച്ചയായും ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ജുഡീഷ്യറിയിലെ അഭിപ്രായ ഭിന്നതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ജഡ്ജിമാർ പുറത്തു പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ജഡ്ജിമാർ തമ്മിലുള്ള ആശയവിനിമയം നടത്തുകയും ഈ ജുഡീഷ്യറിയിൽ ഇതിലുള്ള വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ ജഡ്ജിമാർക്ക് കേസുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെയുണ്ട്. പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിനായി ജഡ്ജിമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ J Chelameswar, ജസ്റ്റിസ് മദൻ ലോക്കൂർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്നിവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിനായി. ഉണ്ണികൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. സുപ്രീം കോടതിയിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. 12:15 ജസ്റ്റിസ് ചെലമേശ്വറുടെ വസതിയിൽ വാർത്താ സമ്മേളനം ആരംഭിക്കും. സുപ്രീം കോടതി കൊളീജിയത്തിനെതിരായ പ്രതിഷേധങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ജഡ്ജിമാർക്കിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു തുറന്നു പറച്ചിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. 12:15 വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെയോടുകൂടിയാണ്
വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ജഡ്ജിമാർ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. 4 ജഡ്ജിമാരാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നത്. കോടതി നിർത്തിവെച്ച് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വാർത്താ സമ്മേളനം തുടങ്ങാറായോ? ജഡ്ജിമാരൊക്കെ എത്തിയോ? ജഡ്ജിമാരെല്ലാം എത്തി അവരുടെ കസേരകളിൽ ഇരുന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ജസ്റ്റിസ് ജെ ചെലമേശ്വർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോകൂർ എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സുപ്രീം കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന ജഡ്ജിമാരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനം സമയത്തിനകം ആരംഭിക്കും. ജഡ്ജിമാരെല്ലാം ജസ്റ്റിസ് ചെലമേശ്വരുടെ വസതി എത്തിക്കഴിഞ്ഞു. ജഡ്ജിമാരുടെ നിയമനത്തിൽ അടക്കമുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇക്കാര്യത്തിലുള്ള ചില തുറന്നു പറച്ചിലുകൾ, ഇതൊക്കെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കുന്നത്. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ചാണ് 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കഴിഞ്ഞ കുറേ നാളുകളായി ജഡ്ജിമാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. My dear friends, all of you know this is an extraordinary event. Sir, please little louder. It's an extraordinary event in the history of any nation, and more particularly this nation, and extraordinary event in the history of this institution of judiciary. It is with no pleasure in our hearts we were compelled to take this decision to call for a press conference. For some time, the administration of the Supreme Court is not in order. There are many things which are less than desirable which have happened in the last few months. Time and again, as senior members of the court, and it goes without saying that we are the senior most judges of the country also by virtue of age and our office today, senior judges, we thought we owed a responsibility to the institution, to the nation. We tried to collectively persuade the Chief Justice that certain things are not in order, therefore he should take remedial measures. Unfortunately, our efforts failed. And my dear friends, we are all, 4 of us are convinced that unless this institution is preserved and it maintains its equanimity, the democracy will not survive in this country or any country. For the survival of a democracy, it is said, the hallmark of a good democracy is an independent and impartial judge. The judge is symbolic here, is the institution. Judge, the statement, but judge in the context means the judiciary. Now, well, anyway, a lot of things have been published in the press, pro, contrary, whatever it is. We are not entering a regular, it's not a political meeting where we go into all this controversy. But since all our efforts failed, even this morning on a particular issue, 4 of us went and met the Honorable the Chief Justice of India with a specific request, which we could not unfortunately convince him that we were right and the appropriate decision is to be taken. We couldn't convince him. Therefore, we were left with no choice except to communicate it to the nation that please take care of the institution and take care of the nation, because we have heard a lot of wise men talking in this country earlier. I don't want another 20 years later some very wise man in this country blame that Chelameswar, Ranjan Gogoi, Madan, Lokur and Kurien Joseph sold their souls
They didn't take care of this institution. They didn't take care of the interests of this nation. We don't want it to be set. So we place it before the people of this country. That's all, gentlemen, we wanted to inform you. Sir, what are the instances you said? Sir, what is the issue? What kind of issue? So what can be done to preserve the integrity of the It's a press conference. We call it press conference. Please. We are interested in the incident. No. We'll talk to you separately. It's a press. We wanted. So what are the issues? What happened this morning, sir? See, Can you give some instances? You say wrong. We'll tell you something. About a couple of months back, exact date and all we'll give, 4 of us gave a signed letter to the Chief Justice of India. We'll give copies of that letter. You can correct from the letter what exactly happened. And we wanted a particular thing to be done in a particular manner. The thing was done in a particular, thing was done, but in such a way that it left too many questions, it raised further questions and further doubts about the integrity of the institution. That's what we believe. And many more things happened. So, and this morning also we had to go on something like this. Sir, just some recommendation. In a few minutes, don't overhear us. No, sir, we're not over here. We're very busy typing. What happened this morning, sir? Sorry. What happened this morning, sir? We 4 of us went, made a request. Sir, could you please be a little louder? 4 of us went, met the Chief Justice of India, made a request that a particular thing is not in order, therefore it should be rectified. In spite of 4 colleagues, senior-most colleagues of the country, of the Chief Justice and senior-most judges of this country requested, the Honorable Chief Justice thought that we are not Is it Justice Lawyer's case? What was that issue, sir? What is that issue, sir? Why are you forced to maintain secrecy? Is it Justice Lawyer's case? Why the secrecy even now? Why don't you speak out? What is it? No, the reason is this. See, everybody knows everything. I'll tell you something. See, look here, we are not regular. We are not running politics here. And then, somebody making a statement, somebody contradicting it tomorrow. But sir, then it leaves a lot of things to speculation. And it's just better to pick issues out for the debate. All right, we'll tell you. Once you look at the letter, you will know what exactly the complaint which you are making. We'll just give you a copy of the letter. There is no speculation here. We are going to give you a copy of a letter which we had written 2 months back. All the issues are spelled out there. Go through that letter, you will know what the issues are. Do we have to repeat those issues again? Yes, sir. But today morning, sir, you met, is there any specific issue? Is it Justice Lawyer's? It is an issue of assignment of a case, which is an issue raised in that letter. This is about lawyers thing. Is it about lawyer? Yes. So may I ask you a question, please? Yes, no, Justice Lawyer's. Not only about it. Sir, according to you, what are the remedies now? Do you want the Chief Justice to be impeached? Sir, we are not saying anything. Let the nation decide. We are nobody's to decide. Sir, may I ask you a question, please? Do you believe that there is interference by the executive? It's a critical question for the institution. If the institution has to survive, then we need no interference from the executive. Is there any interference? Please let us know if there is any interference from the executive with the judiciary. I need an answer to this question. No, you don't need an answer. I do. I think I think whatever Justice Chelameswar has told you is the whole of it. It's a discharge of a debt to the nation that has brought us here. And we think that we have discharged a debt to the nation by telling you what is what. So more is there in the letter. Beyond this, I don't think there is any other issue we need to address. Forward? How is the cause taken forward? That's a big question. Sir, one small thing. Where is the letter? I'll just get it in a minute. Can you, Verma? So, there
Small practical problem, sir. Sir, there is a small practical problem. Right now, nation is watching you, and if the Xerox and everything photocopying takes time, it would be further speculation. So you have said one of the issue was Judge Loya's death. If you could spell out other issues, Manish, I'm asking a question. Don't interrupt. One copy is good. Yeah. Verma. It's in That would be better, sir. One copy. Just give me one. We are getting there. Just give us one. Sir, one question. That 4 judges, senior most judges of the Supreme Court coming together, organizing a press conference. It is seen as 4 judges breaking the ranks. Do you think that from here on, the administration of the Supreme Court would go on in a routine and in a harmonious manner? Yeah, right. Nobody is breaking ranks. Nobody is breaking ranks. Nobody. Sir, what do you think is the remedy now? Sir, all of Sir, and this are you boils down speaking to for more the rest of the transparency court as in well? the working There are of 4 the of you here. judiciary and We are collegium speaking for process. ourselves. We are not consulted. Since we are in the senior most 4, we discussed. Since we 4 went in the morning, we are speaking for ourselves. We didn't discuss it with anybody else. Sir, is this a kind of no confidence against the Chief Justice? No. Sir, don't put words into my No, just asking. Since you people have come out and... Sir, what are the issues you are seeking redressal for, sir? Sir, if you could read one paragraph of that letter. Okay, we'll make copies into minutes. Ma'am. I'll just read one of it. Sir, a little loudly. This is the Now, my dear friends, we have one copy of the letter. We need to take copies of it. Just wait for 10 minutes. We'll give copies. If you could read few lines out. Just give us 10 minutes. You'll get. Let them make copies here. In the meantime, could you read out a few points from the letter? Copies have to be made in the meantime. How will you get started? You make copies Just pick it. I think that's about it. What will you do now, sir? What is the next step? What is the next step? So tomorrow is Saturday, and day after tomorrow is Sunday. Monday we'll go to the court and decide cases. Sir, is this about the composition of the constitution benches also? Sorry? Is it about the composition of the constitution benches also? Senior judges are not included. That is one of the You grievances. read the letter, you will get answers to all these questions. So just a we two-part have to- question. Can we construe this, one, as a sign of protest, and 2, now what is expected of the chief? Well, that's what we failed. It is not. You may construe it as a sign of our responsibility to the nation and nothing more. I think we have answered all and we have made ourselves very clear. There is nothing further to say. Of course, why not? Thank you very much, sir, and happy പ്രതീക്ഷിത പോലെ തന്നെ ചീഫ് ജസ്റ്റിസിനെതിരെയും സുപ്രീം കോടതിയിലെ ഭരണ സംവിധാനത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് 4 ജഡ്ജിമാർ നടത്തിയത്. ചീഫ് ജസ്റ്റിസിനെ നിരാശാജനകമായ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുപ്രീം കോടതിയിൽ നടക്കുന്നത്. സുപ്രീം കോടതിയുടെ പരിപാവനത കാത്തുസൂക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, പ്രതീക്ഷിച്ച പോലെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിലെ ഭരണ സംവിധാനത്തിനെതിരെ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ? വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ജഡ്ജിമാർ വളരെ ശക്തമായി തന്നെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്കെതിരെ വിയോജിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസുകൾ വിതരണം ചെയ്യുന്നതിലടക്കം വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. കേസുകൾ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഹർജി അടക്കം ജഡ്ജിന് നൽകുന്നത് കോടതിക്ക് ബെഞ്ചുകൾക്കിടയിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ജഡ്ജിമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യം വളരെ നാളുകളായി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ ചീഫ് ജസ്റ്റിസിനെ ഈ 4 ജഡ്ജിമാരും കൂടി കണ്ടതാണ്. അപ്പോൾ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചീഫ് ജസ്റ്റിസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് തീർത്തും അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടി വന്നതെന്നാണ് ജസ്റ്റിസുമാരായ
J Chelameswar, Ranjan Gogoi, Madan, Lokur, Kurien എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തീർത്തും അസാധാരണമായ ഒരു നടപടിയാണിതെന്ന് അവർ തന്നെ സമ്മതിച്ചു. രാജ്യത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല നടക്കുന്നത്. സ്ഥാപനത്തോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മുതിർന്ന ജഡ്ജിമാർ എന്ന നിലയിൽ അതാണ് ഞങ്ങളാണ് നിറവേറ്റേണ്ടത്. ചീഫ് ജസ്റ്റിസിനെ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ 4 പേരും ചീഫ് ജസ്റ്റിസിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. സുപ്രീം കോടതി എന്ന സ്ഥാപനം ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകും. ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് കോടതി നടപടികൾ നിർത്തിവെച്ച് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിനായി ഇറങ്ങേണ്ടി വന്നത് എന്നാണ് ജഡ്ജിമാർ മാധ്യമങ്ങളെ അറിയിച്ചത്. ഏതാനും മാസം മുമ്പ് ഞങ്ങൾ 4 പേരും കൂടി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു. അറിയിച്ച വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ 4 പേരും ചീഫ് ജസ്റ്റിസിനെ കണ്ട് കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കാര്യങ്ങൾ പരസ്യമായി ഇപ്പോൾ പറയുകയും അത് വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ കത്തിന്റെ പകർപ്പ് അല്പസമയത്തിനകം തന്നെ 10 മിനിറ്റിനകം മാധ്യമങ്ങൾക്ക് നൽകാമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത്. കേസുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വലിയ അഭിപ്രായ ഭിന്നത എന്ന കാര്യം ഉറപ്പാണ്. ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. ഈ ഹർജി ഏത് ബെഞ്ചിന് നൽകണമെന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ചീഫ് ജസ്റ്റിസ് പ്രധാനപ്പെട്ട കേസുകളെല്ലാം അദ്ദേഹം തന്നെ പരിഗണിക്കുന്നു. മറ്റ് ജഡ്ജിമാർക്ക് നൽകുന്നില്ല എന്നൊരു ആരോപണം ഏറെ നാളുകളായി നിലവിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസാരിച്ചതെന്ന സൂചന തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ നൽകിയത്. ഞങ്ങൾ 4 പേരും ഈ ജഡ്ജിമാർ പറഞ്ഞത് 4 പേരും 4 ജഡ്ജിമാർ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർക്ക് ഇതേ നിലപാട് തന്നെയാണ് ഉള്ളതെന്ന് പറയാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അടുത്ത ദിവസവും കോടതിയിൽ പോകും. കൊളീജിയത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കും. ഞങ്ങൾ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നുവെന്നും ജഡ്ജിമാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഏതായാലും തീർത്തും അസാധാരണമായ സംഭവം. സുപ്രീം കോടതിയിൽ ജഡ്ജിമാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ അസാധാരണമായ സംഭവങ്ങൾ, നിരാശാജനകമായ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി സുപ്രീം കോടതിയിൽ സംഭവിക്കുന്നത് എന്ന് ജഡ്ജിമാർ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. തങ്ങൾ കോടതിയെ തിരുത്താൻ, സുപ്രീം കോടതിയുടെ ഭരണ സംവിധാനത്തെ തിരുത്താനുള്ള ശ്രമത്തിലാണ്. പുതിയ ഒരു സംവിധാനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത്. അല്ലെങ്കിൽ ജനാധിപത്യം തകരും. ജനങ്ങൾ അപ്പോൾ തങ്ങൾ നിശബ്ദരായി എന്ന് പറയരുത്. രാഷ്ട്രീയം കളിക്കുകയല്ല തങ്ങൾ ഒരിക്കലുമെന്ന് ജഡ്ജിമാർ പറയുന്നു. ജഡ്ജിമാർ വാർത്താ സമ്മേളനത്തിലേക്ക് ഒന്നുകൂടി. But since all of you know, this is an extraordinary event. Sir, please little louder. It's an extraordinary event in the history of any nation, and more particularly this nation, and extraordinary event in the history of this institution of judiciary. It is with no pleasure in our hearts we were compelled to take this decision to call for a press conference. But sometime the administration of the Supreme Court is not in order. There are many things which are less than desirable which have happened in the last few months. Time and again, as senior members of the court, and goes without saying that we are the senior most judges of the country also by virtue of age and our office today. ദില്ലിയിൽ നിന്ന് ടി.ജെ. ശ്രീലാലും ചേരുന്നു. ടി.ജെ. ശ്രീലാൽ, പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിലെ ഭരണ സംവിധാനത്തിനെതിരെ അതിന്റെ ഭാഗമായുള്ള ജഡ്ജിമാർ നടത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ തിരുത്താനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. എങ്ങനെയാണ് നിയമവൃത്തങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും ഇനിയും എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഈ നാടകത്തിന്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിന്റെ പിന്നിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ആ വ്യക്തത നാടകീയമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ 4 ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ഈ 4 ജഡ്ജിമാർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ അനിതര സാധാരണമായ ഈ സംഭവം സുപ്രീം കോടതിയുടെ നടപടിയിൽ ഒരുപക്ഷെ ഇതുവരെ ഈ സമീപ കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും ജനാധിപത്യത്തിനെ സംരക്ഷിക്കാനായി ജഡ്ജിമാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയുടെ നേരെ മാത്രമല്ല ഈ വിരൽ ചൂണ്ടൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് സുപ്രീം കോടതിക്ക് മേലിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സുപ്രീം കോടതിയിലെ
ചീഫ് ജസ്റ്റിസ് വശംവദനായി എന്നുള്ള ഒരു ആരോപണം പോലും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വരികൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും വായിക്കാൻ ആകും. കൊളീജിയവുമായുള്ള സർക്കാരിന്റെ സർക്കാരുമായി ഏറ്റുമുട്ടൽ കുറച്ച് നാളുകളായി തുടരുകയായിരുന്നു. ഇപ്പോൾ ആ കൊളീജിയത്തിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ 4 ജഡ്ജിമാർ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വ്യക്തമാകുന്നത്. ജലമേശ്വറിന്റെയും ജസ്റ്റിസ് ജലമേശ്വറുടെയും ഉസ്മാൻ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന മറ്റ് ജഡ്ജിമാരുടെയും ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അവർ തങ്ങൾ നിസ്സഹായരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെ തന്നെയാണ്, അല്ലെങ്കിൽ അത് ജനങ്ങൾ അറിയണം എന്ന് തീരുമാനിച്ചുറച്ച് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അങ്ങനെയായിരുന്നു ഈ 4 ജസ്റ്റിസുമാരും ഈ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയതും. അവർ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരിലൂടെ രാജ്യത്തോട് വിശദീകരിച്ചതും അത് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. നിങ്ങളിലൂടെ ഞങ്ങൾ ഈ രാജ്യത്തോട് ചില കാര്യങ്ങൾ, രാജ്യത്തുള്ള കടമ ഞങ്ങൾ നിർവഹിക്കുന്നു എന്നാണ് ഈ ജഡ്ജിമാർ പറഞ്ഞത്. ഒട്ടും അക്ഷോഭ്യരല്ലാതെ തന്നെ ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം നടത്തിയത്. എന്താണ് ആരോപണം എന്നത് അവരുടെ വായിൽ നിന്നും വരരുത് എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നും ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കേസുകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പരിഗണിക്കുന്നു. മറ്റ് ജഡ്ജിമാർക്ക് അതിൽ റോളൊന്നും തരുന്നില്ല എന്ന വിമർശനവും അത് ഉയർത്തുന്നു. ഏറെ രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമർശനം കൂടിയല്ലേ അത്? തീർച്ചയായും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ആരോപണം ഉണ്ടായിരുന്നു. MCJ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായുള്ള കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ വാഗ്വാദവും ഏറ്റുമുട്ടലും എല്ലാം ഉണ്ടായത്. ഒരുപക്ഷെ അത് തന്നെയാണ് ജഡ്ജിമാർ, ഈ ജസ്റ്റിസ് ചെലമേശ്വർ അടക്കമുള്ള ജഡ്ജിമാർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയമെന്നും ചില സൂചനകളുണ്ട്. 2 മാസം മുമ്പ് എഴുതിയ കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു എതിർപ്പിലേക്ക് അല്ലെങ്കിൽ കോടതി നിർത്തിവെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഈ MCJ-യുമായി ബന്ധപ്പെട്ട കേസിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ജസ്റ്റിസ് ചെലമേശ്വർ MCJ-യുമായി ബന്ധപ്പെട്ട് ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചില നടപടികൾ സ്വീകരിക്കുകയും ബെഞ്ചുമാറ്റം നടത്തുകയും എല്ലാം ചെയ്തു. അതാണ് ഒരു പക്ഷേ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത് എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് വലിയൊരു ആരോപണം വരുന്നത് അഴിമതി ആരോപണം കൂടി ഉൾപ്പെടുന്ന ഒരു കേസായിരുന്നു അത്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ ഭരണം അല്ലെങ്കിൽ സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷന്റെ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരുപക്ഷെ വളരെയധികം തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ദീപപ്രകാശും ചേരുന്നു. ശ്രീ ദീപപ്രകാശ്, ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് രാജ്യം തീരുമാനിക്കട്ടെ എന്ന് ഉത്തരം പറയുകയാണ് ജഡ്ജിമാർ. തങ്ങൾ രാഷ്ട്രീയം കളിക്കുകയല്ല, ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുകയാണ്. ജുഡീഷ്യറിയുടെ മൊത്തം സംവിധാനത്തെ നന്നാക്കാനുള്ള ശ്രമമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ജഡ്ജിമാർ പറഞ്ഞു വെക്കുമ്പോൾ എന്തിന്റെ സൂചനയാണത്? ഞാൻ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒരു പ്രാവശ്യം നമ്മൾ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം എനിക്ക് സമ്മേളനത്തിന്റെ ഭാഗങ്ങളോ കാണാൻ ഞാൻ വേറെ അടിയന്തര മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി വന്നത് കേരളത്തിലാണുള്ളത്. ഈ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ പോക്ക് പോകുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്, ജഡ്ജിമാരെ പരസ്യമായി പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അഭിമുഖീകരിക്കാനും നാടിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇതിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന്റെ ഒരു കാഠിന്യം, അവരിതിനു മുമ്പ് എന്തൊക്കെ ചെയ്തു, അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ അവന്യൂസും അവർ എക്സ്പ്ലോർ ചെയ്തോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. കാരണം നേരെ ജനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മറ്റു രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തോ എന്ന് നമ്മളത് പരിശോധിക്കുന്നതാണ്. ഈ 2-3 കാര്യങ്ങൾ അറിയാം. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 6 മാസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വളരെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, തീരെ ആരും ആഗ്രഹിക്കാത്ത കുറെ നടപടികൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ ഒരു ചീഫ് ജസ്റ്റിസിന്റെ ഒരു പഴയ മുഖ്യമന്ത്രിയുടെ ആത്മഹത്യ, അയാളുടെ കത്ത്, അയാളുടെ ഭാര്യയുടെ കോടതിയിലെ അപ്ലിക്കേഷൻ, അതിൽ നമ്മളുടെ പഴയ പ്രസിഡന്റായിരുന്ന ദേവയുടെ ആർഗ്യുമെന്റ്സ്, അതിന്റെ വിഡ്രോവൽ, പിന്നെ അതിന്റെ പോക്ക്, അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുമായി സുപ്രീം കോടതിയിൽ ഒരു കാലത്തും നടക്കാതിരുന്നിട്ടുള്ള, മുമ്പ് പല സമയങ്ങളിലും പല ആരോപണങ്ങളും വന്നിരുന്നെങ്കിലും
ഇത്രയും രൂക്ഷമായി ഇത്രയും പരസ്യമായി ജഡ്ജിമാർ തമ്മിൽ ഉണ്ടാവുന്ന ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനത്തിലേക്ക് ഈ ജഡ്ജിമാരെ നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരുപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. പ്രത്യേകിച്ചും അമിത്ഷാ പ്രതിയായ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മരിക്കുന്നത്. അതൊക്കെ വളരെ ദുരൂഹമായ സംഭവങ്ങളുമാണ്. ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ സംഭവങ്ങളിലേക്കാണ് ഈ വിഷയങ്ങൾ പോകുന്നത്. അതും ആ വിഷയവും വളരെ സീരിയസ് ആയി നമ്മൾ എടുത്തൊരു വിഷയമാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ മകൻ പോവുകയും അതിൽ പരാതിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതാണ്. ആ കേസുകൾ സീരിയസ് ആയിട്ട് അതിന്റെ മെറിറ്റിലേക്ക് പോവുകയും മെറിറ്റിലേക്ക് പരിശോധിക്കുകയും ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതിൽ സത്യം ജനങ്ങൾക്ക് അറിയാനും നാടിനെ അറിയാനുമുള്ള സ്വാതന്ത്ര്യം തന്നെയുണ്ട്. അതിൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെ നിവൃത്തിയില്ലാതെയാണ് ജഡ്ജിമാര് ഇത് പോയത് എങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം നമ്മൾ ഒന്നുകൂടി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതുപോലെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഒരു ദുരൂഹത, വളരെ രീതിയിലുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷനാണ് അഭിഭാഷകരെയും നോക്കി കാണുന്ന ആളുകളുടെയും മുമ്പിലുള്ളത്. ഈ സ്ഥാപനം എങ്ങോട്ടാണ് പോകുന്നത്? ഈ സ്ഥാപനത്തിന്റെ ഭാവി ഇനി എന്താണ്? ഇത് മുന്നോട്ട് ഈ രീതിയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്ത നമ്മൾ നടത്തുന്നു. നാളെ ഹൈക്കോടതി ജഡ്ജിമാർ ഇതുപോലെ പ്രശ്നങ്ങളുമായി വരുന്നു. അതുപോലെ ലോവർ ജുഡീഷ്യൽ ആളുകൾ വരുന്നു, അഭിഭാഷകർ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ വരുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇത്രയും നിലനിൽക്കുന്ന നമ്മളുടെ ഈ നീതിന്യായ വ്യവസ്ഥ എവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു വളരെ വളരെ ശ്രദ്ധേയമായ ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. മറ്റുള്ള രീതിയിൽ ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് എല്ലാ ആശയം നയിച്ചതിന് ശേഷമായിരിക്കണം സുപ്രീം കോടതിയിലെ ഇത്രയും ഉയർന്ന നില നമ്പർ 2 ആയിട്ടിരിക്കുന്ന ജഡ്ജാണ് ജസ്റ്റിസ് ചെലമേശ്വർ. ഇതുപോലുള്ള ആളുകൾ ഇതിലേക്ക് വന്നു. അത് 4 ജഡ്ജിമാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ അവസരങ്ങളും കഴിഞ്ഞ് ഒരു നിവൃത്തിയുമില്ലാതെ ജനങ്ങളുടെ ഇറങ്ങുകയല്ലാതെ ഒരു ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ വന്നു എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെറിറ്റ് കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത് വരും ദിവസങ്ങളിൽ നാട് മുഴുവൻ ബോധ്യപ്പെടും. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമെന്നാണ് പറയാനുള്ളത്. ബീരാനും ടെലിഫോണിലായി ചേരുന്നു. ശ്രീ ഹാരിസ് ബീരാൻ, അസാധാരണമായ സംഭവവികാസങ്ങൾക്ക് ദില്ലി സാക്ഷ്യം വഹിക്കുന്നു. 4 ജഡ്ജിമാർ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുകയാണ്. ചീഫ് ജസ്റ്റിസിനും ഒപ്പം സുപ്രീം കോടതിയുടെ ഭരണ സംവിധാനത്തിനുമെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തങ്ങൾ ഇപ്പോൾ സിസ്റ്റത്തെ നന്നാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുന്നു. പലതവണ ചീഫ് ജസ്റ്റിസിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഇപ്പോഴും പഴയപടി തന്നെ കാര്യങ്ങൾ നടക്കുന്നു. പ്രധാനപ്പെട്ട കേസുകൾ മുതിർന്ന ജഡ്ജിമാരെ പരിഗണിക്കുന്നില്ല. കേസുകൾ പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ജഡ്ജിമാർ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? സുപ്രീം കോടതിയിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ച് 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തിരിച്ചുവരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 2 കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ച അസാധാരണമായ സംഭവം സുപ്രീം കോടതിയിൽ നടന്നു. ഇപ്പോൾ നടക്കുന്ന അസാധാരണമായ സംഭവമെന്ന് ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞു. അതിൽ സന്തോഷമില്ല. ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും ജഡ്ജിമാർ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും ജഡ്ജിമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ, ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ഇപ്പോൾ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്ന കത്താണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ കത്ത് ലഭ്യമായിട്ടുണ്ട്. 5ഓളം പേജുകളുള്ള ഈ കത്തിൽ ജഡ്ജിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത് കേസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സുപ്രീം കോടതിയിൽ എത്തുന്ന കേസുകൾ എല്ലാം ചീഫ് ജസ്റ്റിസിന്റെ മേൽക്കൈയാൽ നിശ്ചയിക്കപ്പെടുന്നു. കേസുകൾ ഏതൊക്കെ ബെഞ്ചിന് മുമ്പിൽ എത്തുന്നത് എന്നത് ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് മാത്രം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന ശക്തമായ ആരോപണം തന്നെയാണ് ഈ കേസിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജഡ്ജിമാർക്കിടയിലുള്ള ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട നേരത്തെ തൊറാജ് വിഷയ്ക്ക് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നൊരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. ഈ ഹർജി ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെയാണ് ഈ പൊട്ടിത്തെറിക്ക് ഇപ്പോൾ അടിയന്തര കാരണമായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ 4 ജഡ്ജിമാരും
ചീഫ് ജസ്റ്റിസിനെ കണ്ട് ആ കേസ് വിതരണം ചെയ്തതിലെ അഭിപ്രായ ഭിന്നത അറിയിച്ചിരുന്നു. കേസുകൾ എങ്ങനെ നൽകണമെന്നത് സംബന്ധിച്ച് കൃത്യമായ ചട്ടങ്ങൾ തന്നെ സുപ്രീം കോടതിയിലുണ്ട്. അങ്ങനെ ഒരു ചട്ടങ്ങൾ ഉണ്ടായിരിക്കെ ചീഫ് ജസ്റ്റിസ് മാത്രം ഏകപക്ഷീയമായി ഈ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് കേസുകൾ വിതരണം ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഈ കത്തിൽ 4 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചിട്ടുള്ളത്. ഈ കേസുകളുടെ വിതരണം തന്നെയാണ് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയാക്കിയിരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്ന ഈ കത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഇതാണിപ്പോൾ അസാധാരണമായ നടപടികളിലേക്ക് എത്താൻ ജഡ്ജിമാരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. ജഡ്ജിമാർ തന്നെ വ്യക്തമാക്കുന്നു ജസ്റ്റിസ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ കാര്യം തന്നെയാണോ ഇവരെ ഇത്തരത്തിൽ അസംതൃപ്തരാക്കിയത്? അതായത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ഏറെ നാളുകളായി കേസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഈ മെഡിക്കൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം പരിഗണനയ്ക്ക് എത്തിയിരുന്നത് മറ്റൊരു ബെഞ്ചിന് മുമ്പാകെയായിരുന്നു. എന്നാൽ ജസ്റ്റിസ് ചെലമേശ്വറിന് മുമ്പാകെ ഈ കേസ് പരിഗണിക്കുകയും അതേ തുടർന്ന് ആ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടെ ബെഞ്ച് മാറ്റാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ കേസുകൾ നൽകുന്നതിൽ ഏകപക്ഷീയമായി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ജസ്റ്റിസ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മാറ്റമുണ്ടായിരുന്നത്. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെ എല്ലാ കേസുകളും പോകുന്നു. വിവാദ കേസുകൾ, ജുഡീഷ്യറിയിലെ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നേരത്തെ പ്രശാന്ത് ഭൂഷൺ അടക്കം നൽകിയ ഹർജികളൊക്കെ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിന് മുമ്പാകെ പോകുന്നു. അദ്ദേഹം 1-2 മണിക്കൂർ ഈ കേസ് കേട്ടതിന് ശേഷം കേസുകൾ തള്ളുന്നു. അതായത് ഏകപക്ഷീയമായി ഈ കേസുകളിലൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നതാണ്. ചീഫ് ജസ്റ്റിസ് നേരിട്ട് തന്റെ അടുപ്പമുള്ള ജഡ്ജിമാർക്ക് മാത്രം കേസുകൾ നൽകി അതിൽ തള്ളിപ്പിക്കുന്നു. വളരെ വിവാദമായ പല കേസുകളും എന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജഡ്ജിമാർ ഇത്തരം ഒരു തീർത്തും അനിതര സാധാരണമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, വളരെ അസാധാരണമായ നടപടി. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ മറ്റ് പ്രതികരണങ്ങൾ, ദില്ലിയുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നടപടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും തീർത്തും ആകാംക്ഷയോട് കൂടി തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനത്തെയൊക്കെ നിന്നിരുന്നത്. തീർത്തും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ അരങ്ങേറിയിരുന്നത്. അതിനുശേഷമുള്ള ഒരു നടുക്കം എല്ലാ ജുഡീഷ്യറിയിലും നിയമരംഗത്തും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാജി സിംഗ് വാർത്താ സമ്മേളന വേദിയിൽ എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കിടെ അവരും ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചതാണ്. അത്തരത്തിൽ ജുഡീഷ്യറിയിൽ മാത്രമല്ല അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകർ, നിയമ വിദ്യാർത്ഥികൾ, ഏറ്റവും ഉപരിയായി ഈ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ ഒക്കെ തന്നെ ഈ ഒരു സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ വലിയ ഉത്കണ്ഠയോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇന്ദിരാജി സിംഗ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് തീർത്തും സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ഏത് തരത്തിലും പരിഹരിക്കേണ്ടതുണ്ട്. എങ്ങനെ ഇതിന് പരിഹാരം കാണാമെന്നാണ് അവർ വാർത്താ സമ്മേളനത്തിൽ തന്നെ ചോദിച്ചത്. പക്ഷേ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അതിന് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയും സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്നതാണ്. ടി ജെ ശ്രീലാലും ടെലിഫോണിലായി ചേരുന്നു. ടി ജെ ശ്രീലാൽ, ജസ്റ്റിസ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസം, ഇക്കാര്യത്തിൽ ജഡ്ജിമാർക്കുള്ള ചില വിഷയത്തിൽ ചില ചീഫ് ജസ്റ്റിസ് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു ഇത്തരം കേസുകൾ ആര് പരിഗണിക്കണം, സീനിയർ ജഡ്ജിമാർക്ക് ഇതിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നില്ല, അല്ലെ അവരെ പരിഗണിക്കുന്നില്ല ഇതിലുള്ള ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറെ രാഷ്ട്രീയമായ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് ജസ്റ്റിസ് ലോയുടെ മരണം. സ്വാഭാവികമായും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയല്ലേ ഇത്? തീർച്ചയായും രഞ്ജിത്ത്, കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് ലോയുടെ BH ലോയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ പരസ്യമായി വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതിഷേധം അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത് സൊറാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കേസാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവർക്കെതിരെ കുറ്റാരോപിക്കപ്പെട്ടിരുന്ന കേസായിരുന്നു അത്. നരേന്ദ്രമോദി സർക്കാർ 2014 മെയിൽ അധികാരത്തിൽ വന്ന ശേഷം ജഡ്ജിമാരെ മാറ്റി ഈ കേസ് കേട്ടിരുന്ന ജഡ്ജിമാരെ മാറ്റി ജസ്റ്റിസ് ലോ ഈ കേസ് ഏറ്റെടുക്കേണ്ടി വന്നു. ജസ്റ്റിസ് ലോ ഒടുവിൽ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അത് 2014 തന്നെയാണ് ജസ്റ്റിസ് ലോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. അതിനുശേഷം ഈ കേസ് ഏറ്റെടുത്ത ജസ്റ്റിസ് MP ഗോസ്വായ് അമിത്ഷാ അടക്കമുള്ള കുറ്റാരോപിതരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, ജസ്റ്റിസ് ലോയുടെ BH ലോയുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. ജസ്റ്റിസ് അരുൺ മിശ്ര ഈ കേസ് കേൾക്കാൻ CJI തീരുമാനിക്കുകയായിരുന്നു. 10ാമത്തെ ബെഞ്ചാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും ജൂനിയർ അഡ്വക്കേറ്റ് ജഡ്ജാണ് ഈ അരുൺ മിശ്ര എന്നത്. അദ്ദേഹം
സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരുള്ളപ്പോൾ ഈ കേസ് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിലേക്ക് വന്നതിനെതിരെയുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇന്ന് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. മഹേഷ് മലാനിയാണ് ഈ കേസിലെ ഭാഗമായി ഹാജരായത്. ജസ്റ്റിസ് അരുൺ മിശ്ര ഈ കേസ് കേൾക്കരുത് എന്നുള്ള ഒരു ആവശ്യം പോലും കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. അതിനുശേഷമാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ കോടതികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ആത്മാവ് വിൽറ്റു എന്ന് പിന്നീട് ആരും കുറ്റം പറയരുത് എന്നുള്ള ഒരു ആരോപണം, എന്നുള്ള ഒരു വിശദീകരണം ജഡ്ജിമാർ അവരുടെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. തീർച്ചയായും അത് സൂചിപ്പിക്കുന്നത് ഇതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കോടതിയുടെ നടപടികളിൽ സ്വാധീനിക്കപ്പെടുന്നു കോടതിയുടെ നടപടികൾ എന്നുള്ള വലിയ ഒരു വിഷയം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഒരു ചർച്ചയിലോ രണ്ട് ചർച്ചയിലോ തീരുന്ന ഒരു വിഷയമാകില്ല. തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു അനിതര സാധാരണമായ നടപടി തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ഒരു വലിയ വഴിത്തിരിവിന് കാരണമായേക്കാം എന്ന കാര്യത്തിലും സംശയമില്ല. അനിതര സാധാരണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു പുതിയ തുടക്കം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരു സംഭവമാകുമിത്. മുതിർന്ന 4 ജഡ്ജിമാർ കൊളീജിയത്തിനെതിരെ രംഗത്ത് വരുന്നു. അവർ കൊളീജിയത്തിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമോ എന്ന ചോദ്യത്തിന് അതും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ നിസ്സഹായത വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും തുടർന്ന് അങ്ങോട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത് ഇനി എന്ത് എന്ന് ചോദ്യം ഉണ്ടായി ഈ ജഡ്ജിമാരോട്. അവർ പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനിയാഴ്ച, അടുത്ത ദിവസം ഞായറാഴ്ച, 2 ദിവസം അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും കോടതിയിലെത്തും എന്ന് പറഞ്ഞു. അതായത് കോടതി ബഹിഷ്കരണമല്ല ആലോചന, കോടതി ബഹിഷ്കരണമല്ല ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ കോടതിയെ നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഒരു തീരുമാനം, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നിലപാട്, ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നു. ഇപ്പോൾ നടക്കുന്ന അസാധാരണ സംഭവമാണെന്നാണ് ജസ്റ്റിസ് ചെലമേശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ സന്തോഷമില്ല. ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും ജഡ്ജിമാർ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Extraordinary event. It's an extraordinary event in the history of any nation, and more particularly this nation, and extraordinary event in the history of this institution of judiciary. It is with no pleasure in our hearts we were compelled to take this decision to call for a press conference. For some time the administration of the ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വാർത്താ സമ്മേളനത്തിന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ജഡ്ജിമാർ ഒരു കത്ത് നൽകിയതായി അറിയുന്നു. ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസമാണോ ആ കത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്? വാർത്താസമ്മേളനത്തിന് ശേഷമല്ല, വാർത്താസമ്മേളനത്തിന് മുമ്പാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. രാവിലെ ചീഫ് ജസ്റ്റിസിനെ കണ്ട് ഈ കത്ത് നൽകുകയും കേസുകൾ വിതരണം ചെയ്യുന്നതിലെ ഈ ചീഫ് ജസ്റ്റിസിന്റെ മേൽക്കൈ, അതിൽ ചീഫ് ജസ്റ്റിസിന്റെ ഏകപക്ഷീയമായ നിലപാട്, അതിൽ അതൃപ്തി അറിയിക്കുകയുമാണ് ചെയ്തത്. ഈ കത്തിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത് ചീഫ് ജസ്റ്റിസ് തന്നെയാണ് സുപ്രീം കോടതിയിലെ മാസ്റ്റർ ഓഫ് ദി റോസ്റ്റർ. അതായത് ഏത് കേസുകൾ ഏത് ബെഞ്ചിന് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് ആണ്. പക്ഷേ മറ്റു ബെഞ്ചുകളുടെ പ്രവർത്തനത്തിൽ കൈകടത്തുന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസ് കേസുകളുടെ വിഭജനം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ ജഡ്ജിമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 4 ജഡ്ജിമാർ ഒപ്പിട്ട് നൽകിയിരിക്കുന്ന ഈ കത്തിൽ പറയുന്നത് ഈ കൃത്യമായ നടപടിക്രമങ്ങളും ചട്ടങ്ങളുമുണ്ട് കേസുകൾ വിതരണം ചെയ്യുന്നതിൽ. 2 ചട്ടങ്ങളുണ്ട്, സുപ്രീം കോടതിയുടെ തന്നെ തീരുമാനങ്ങളുണ്ട്. എന്നാൽ പല കേസുകളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് താല്പര്യമുള്ള ബെഞ്ചുകൾക്ക് മാത്രം നൽകുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കത്തിൽ ജഡ്ജിമാർ പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ള ബെഞ്ചുകൾ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് താല്പര്യമുള്ള ബെഞ്ചുകളിലേക്ക് മാത്രം കേസുകൾ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട പല കേസുകളും അത്തരത്തിൽ വിഭജിച്ച് നൽകുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. മുതിർന്ന ജഡ്ജിമാർക്ക് പോലും കേസുകൾ കിട്ടാതെ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കത്ത് നൽകുകയും കേസുകൾ വിഭജിക്കുന്നതിൽ ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്നും ജഡ്ജിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കത്തിലെ ആവശ്യം പരിഗണിക്കാൻ
ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര തയ്യാറായിട്ടില്ല. അതേ തുടർന്നുള്ള പ്രതിഷേധത്തെയും അമർഷത്തെയും തുടർന്നാണ് 4 ജഡ്ജിമാർ ജസ്റ്റിസ് ജെ ചലമേശ്വർ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നിവർ ഇന്ന് പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമ സമ്മേളനത്തിനിടെ വളരെ സുപ്രധാനമായ ഒരു മറുപടി ജസ്റ്റിസ് ചലമേശ്വറിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ സംഭവങ്ങൾക്കാണ് ദില്ലി സാക്ഷ്യം വഹിച്ചത്. 4 ജഡ്ജിമാർ കോടതികളുടെ പ്രവർത്തനം നിർത്തിവെച്ച് പുറത്തുവന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം. ചീഫ് ജസ്റ്റിസിനെതിരെയും സുപ്രീം കോടതിയുടെ ഭരണ സംവിധാനത്തിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച ആണ് ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ, ഒപ്പം TJ ശ്രീലാലും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.